മഴതോരും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്തേക്ക് എത്തിച്ചതിന് ശേഷം ബാലചന്ദ്രൻ ദിവസങ്ങൾ കഴിയും തോറും ബാലചന്ദ്രന് വല്ലാത്ത വിഷമമാണ്. പല കാര്യങ്ങളും ആലോചിച്ചിട്ട് വല്ലാത്ത നെഞ്ചു പൊട്ടുന്ന വേദനയാണ് ബാലചന്ദ്രന്. ആരോടും സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരോടും ദേഷ്യം. വൈജയന്തിയോടാണെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യം. എന്തു തന്നെ ചോദിച്ചിരുന്നാലും തിരിച്ച് ദേഷ്യത്തോടു കൂടിയല്ലാതെ വൈജയന്തിയോട് സംസാരിക്കാറുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ബാലചന്ദ്രൻ ജ്വല്ലറിയിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ വൈജയന്തി ദേഷ്യത്തോടു കൂടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ജ്വല്ലറിയിലേക്ക് പോവുകയാണോ അതോ മറ്റേ അവളെ കാണാൻ പോവുകയാണോ? നിങ്ങളിപ്പോൾ പോകുന്ന കാര്യമൊന്നും സത്യസന്ധമായിട്ട് എന്നോട് പറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അറിയാമല്ലോ, പിന്നെ എന്തിനാ നീ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വരുന്നത്? മേലാൽ ഞാൻ എവിടെ പോകുന്നെന്നോ ആരെ കാണുന്നെന്നോ നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല, എന്നോട് ഇനി ചോദിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ഒരു 10:30 മണിയൊക്കെ ആകുമ്പോൾ വൈജയന്തി ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മാനേജർ ഫോൺ എടുത്തതിന് ശേഷം ചോദിക്കുകയാണ്, എന്താ മാഡം, നിൻ്റെ സാർ ഇവിടെ വന്നിട്ടില്ലേ? ആരാ, ബാലചന്ദ്രൻ സാറോ? അതെ. അയ്യോ മാഡം, ഇന്ന് സാറ് വന്നിട്ടില്ലല്ലോ, ഇതുവരെയായിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവിടേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ടാണല്ലോ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അറിയില്ല മാഡം, സാർ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയാണ്. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ പല പല സംശയങ്ങളാണ്, അലീനയെ കാണാനായിട്ട് ബാലചന്ദ്രൻ പോയതായിരിക്കും എന്നൊക്കെ. ആ സമയത്താണ് രോഹിത് വീട്ടിലേക്ക് വരുന്നത്. രോഹിത്തിനോട് പല പല കാര്യങ്ങളും പറഞ്ഞ് രോഹിത്തിൻ്റെ മനസ്സിൽ ബാലചന്ദ്രനോടുള്ള ദേഷ്യം കുത്തിവയ്ക്കുകയാണ് വൈജയന്തി. രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ, നിൻ്റെ അച്ഛനിപ്പോൾ ഇവിടെയാണെന്ന് നിനക്കറിയാവോ? ജ്വല്ലറിയിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ ഞാനിപ്പോൾ വിളിച്ചു, അവിടെ അയാൾ ചെന്നിട്ടില്ല. അപ്പോൾ ഇവിടേക്ക് പോവുകയാണെന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവളെ, ആ അഴിഞ്ഞാട്ടക്കാരിയെ കാണാനാണ് നിൻ്റെ അച്ഛനിപ്പോൾ പോയത്. ഇയാൾക്കിത് എന്തിൻ്റെ കേടാ മോനെ? അവളെ എവിടെയോ കൊണ്ട് അയാൾ മാറ്റി താമസിപ്പിച്ചിരിക്കുക. എവിടെയാണെന്ന് പോലും ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം നിങ്ങളോട് തുറന്നു പറയുന്ന അച്ഛൻ എന്തേ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞില്ല? അങ്ങനെ രോഹിത്തിൻ്റെ മനസ്സിലും വല്ലാത്ത സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലചന്ദ്രനോട് രോഹിത് ചോദിക്കുകയാണ്, അച്ഛനോട് ഞാൻ ഇതുവരെയായിട്ടും മറ്റൊരു കാര്യത്തെപ്പറ്റി ചോദിച്ചിട്ടില്ല. അലീന ചേച്ചിയെ എവിടേക്കാണ് അച്ഛൻ കൊണ്ടുപോയത്? അലീന ചേച്ചിയെ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാനും ബബിതയും കൃഷ്ണമോളും അലീന ചേച്ചിയെ കാണാൻ പോയില്ലായിരുന്നോ? ഞങ്ങൾക്ക് സ്വന്തം ചേച്ചിയല്ലേ അലീന ചേച്ചിയെ കാണണമെന്ന് എന്തുമാത്രം ആഗ്രഹമുണ്ട് കൃഷ്ണമോൾക്കും ബബിതയ്ക്കും എനിക്കും. അപ്പോൾ എവിടെയാണ് അലീന ചേച്ചി ഉള്ളതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞാൽ എന്താ? അതോ അമ്മ പറഞ്ഞതുപോലെ അച്ഛന് നമ്മളോട് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ബാലചന്ദ്രനെ കാര്യം പിടികിട്ടുന്നുണ്ട്. വൈജയന്തി എന്തൊക്കെയോ വിഷം രോഹിത്തിൻ്റെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ രോഹിത്തിനോട് ബാലചന്ദ്രൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. വൈജയന്തി വിവാഹത്തിന് മുമ്പ് സ്റ്റാലിൻ ജോസഫ് എന്ന ഗംഗാധര മേനോൻ്റെ ഫ്രണ്ടിനെ സ്നേഹിച്ചിരുന്നതും ഗംഗാധര മേനോന് സ്ഥലം മാറ്റം വന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ സ്റ്റാലിൻ ജോസഫും വൈജയന്തിയും ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചതും വൈജയന്തിക്ക് അയാളിലൊരു കുഞ്ഞുണ്ടായതും അങ്ങനെ വൈജയന്തി പ്രസവിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ രോഹിത്തിനെ അറിയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രോഹിത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറയുന്നത് സത്യം തന്നെയാണോ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാടാ ഞാൻ നിന്നോട് ഈ കള്ളം പറയുന്നത്? സത്യമാടാ, നിങ്ങളുടെ അമ്മ പ്രസവിച്ച നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് അലീന. അപ്പോൾ രോഹിത്തിന് വല്ലാത്ത സന്തോഷവും അമ്മയോട് ഭയങ്കര ദേഷ്യവും തോന്നുന്നുണ്ട്. സ്വന്തം ചേച്ചിയാണ് അലീന എന്നറിയാതെയാണ് അലീനയോട് ആദ്യമൊക്കെ ഒരു വല്ലാതെ ദേഷ്യവും തോന്നിയത് എന്നും ഇപ്പോൾ അവളെ സ്വന്തം ചേച്ചിയായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയതും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് രോഹിത്തിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ, നമുക്കൊരു ദിവസം പോയി അവളെ കാണാടാ, നീ വിഷമിക്കണ്ട. അതേ എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണം. ഇപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു അത് എന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് അതെൻ്റെ കൂടെ പുറപ്പല്ലേ അലീന ചേച്ചി. അപ്പോൾ അലീന ചേച്ചിക്ക് അറിയാമായിരുന്നു നമ്മൾ സ്വന്തം സഹോദരങ്ങളാണെന്ന്. അതുകൊണ്ടാണല്ലേ ഞങ്ങളെ ഇത്രയധികം അലീന ചേച്ചി സ്നേഹിച്ചത്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അലീന ചേച്ചി നമ്മുടെ കൂടെ തന്നെ നിന്നത് അല്ലേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ, അവളുടെ സ്വഭാവം അങ്ങനെയാടാ മോനെ. ആരെയും ദ്രോഹിക്കാൻ അവൾക്കറിയില്ല. അവളെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ അമ്മ തന്നെയാണ് അവളെ വളർത്തിയതെങ്കിൽ ഇന്ന് അവളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അന്ന് അവൾ ഓർഫണേജിൽ പോയ സമയത്ത് ബ്രിജിത മമ്മി എന്ന് പറയുന്ന അവളുടെ മമ്മിയായിരുന്നു അവളെ വളർത്തിയത്. അതുകൊണ്ടാണ് എൻ്റെ അലീന ചേച്ചി ഇപ്പോൾ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിട്ട് മാറിയത്
എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രോഹിത്തിനോട് പറയുന്നുണ്ട്, മോനെ ഈ ഒരു കാര്യം ഈ വീട്ടിൽ നിനക്കും കൃഷ്ണമോൾക്കും അറിയാം, എന്നാൽ ബബിതയ്ക്ക് അറിയില്ല. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കൃഷ്ണമോൾക്ക് നേരത്തെ അറിയായിരുന്നു അച്ഛാ? അതേടാ അതെ. അപ്പോൾ അതുകൊണ്ടായിരുന്നല്ലേ കൃഷ്ണമോള് അലീന ചേച്ചിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അമ്മ ഓരോന്ന് എതിർക്കുമ്പോഴും അലീന ചേച്ചിയുടെ കൂടെ തന്നെ കൃഷ്ണമോൾ നിന്നത് അല്ലേ അച്ഛാ? ആ അതേടാ അതെ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബബിതയോട് നീ ഇപ്പോൾ ഈ കാര്യം തുറന്ന് പറയണ്ട, അവളത് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. കൃഷ്ണമോള് അവളെ കാണണമെന്ന് വാശി പിടിച്ചാൽ ബബിതയും അവളുടെ കൂടെ പോവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ബബിതയും അറിയും. അതുകൊണ്ട് ഇപ്പോൾ വേണ്ട, നീ തനിയെ ചെന്ന് അവളെ കണ്ടാൽ മതി കേട്ടോ എന്ന് പറയുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിലും അലീനയെ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിട്ടതിൽ പിന്നെ ബാലചന്ദ്രന് ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായിട്ട് വരികയാണ്. ഒരു ദിവസം രാത്രി ബാലചന്ദ്രന് നെഞ്ചുവേദന വരുന്നുണ്ട്. ആരെയും ഉറക്കെ വിളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. കട്ടിലിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ബാലചന്ദ്രനെ കൃഷ്ണമോള് രാവിലെയാണ് കാണുന്നത്. വന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രൻ തറയിൽ വീണ് കിടക്കുന്നു, ബോധമില്ല. പെട്ടെന്ന് വിളിക്കുന്നുണ്ട്, രോഹിയേട്ടാ, അമ്മ ഓടി വാ അമ്മ, അച്ഛന്താ ബോധമില്ലാതെ കിടക്കുന്നു, ഓടി വരണേ എന്ന് പറയുമ്പോൾ രോഹിത്ത് ഓടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒന്ന് ഓടി വന്നേ എന്ന്. പക്ഷേ വൈജയന്തി ആ നിൽക്കുന്ന നിൽപ്പിലല്ലാതെ അനങ്ങുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനെന്തിനാ ഇപ്പോൾ അയാളുടെ അടുത്തേക്ക് വരുന്നത്? അയാൾക്ക് എന്തെങ്കിലും വരുമ്പോൾ മാത്രം എൻ്റെ ആവശ്യമുള്ളൂ, എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. അങ്ങനെ പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? നിങ്ങളുടെ ഭർത്താവല്ലേ ഈ കിടക്കുന്നത്? നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനല്ലേ? ഒന്ന് എടുത്ത് പിടിക്കമ്മേ, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വൈജയന്തി ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ്, ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യണം. പക്ഷേ അത് ചെയ്താലും ബാലചന്ദ്രൻ പഴയ അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന്. ഇതറിയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, എനിക്കിപ്പോൾ ആ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. അത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ പഴയ സ്ഥിതിക്ക് വരില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ എൻ്റെ ശരീരം വെറുതെ കീറി മുറിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ, എനിക്കൊരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മകൾ അലീന, അവളെ എനിക്ക് കാണണം. അവസാനമായി കണ്ണടയ്ക്കുന്നതിന് മുന്നേ എൻ്റെ മകളെ എനിക്ക് ഒരു നോക്ക് കാണണം. അതുമാത്രം ഒന്ന് സാധിച്ചു തന്നാൽ മതിയെന്ന്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഇതിലാരാ അലീന എന്ന് ചോദിക്കുമ്പോൾ ബബിതയും കൃഷ്ണമോളും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് ഡോക്ടറിനോട് പറയുന്നുണ്ട്, അലീന ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് അയാൾക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അയാളുടെ മകൾ അലീനയെ ഒന്ന് അവസാനമായിട്ട് കാണണമെന്ന്. ഈ വിവരം ആ കുട്ടിയെ ഒന്ന് അറിയിക്കാൻ പറ്റില്ലേ എന്ന് പറയുമ്പോൾ മനുശങ്കർ പുറത്ത് നിൽക്കുന്നുണ്ട്. മനുശങ്കർ പറയുന്നുണ്ട്, ശരി ഡോക്ടർ, ഞാനിപ്പോൾ തന്നെ അലീനയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ മനുശങ്കർ അലീനയെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന അലീന ചോദിക്കുകയാണ്, എന്താ മനുവേട്ടാ, എന്ത് പറ്റി, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുശങ്കർ ബാലചന്ദ്രൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അവളുടെ നെഞ്ചിലാകെ വല്ലാത്ത വിഷമവും അവൾ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാലിൻ ജോസഫ് എന്ന് പറയുകയാണ്, എന്താ മോളെ, എന്താ നീ ഇങ്ങനെ കരയുന്നത്? ആരാ ഇപ്പോൾ നിന്നെ വിളിച്ചത്? എന്താ പറഞ്ഞത്? എന്തിനാ നീ കരയുന്നത്? പപ്പയോട് പറയുക എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നു. പറയുന്നത് കേട്ടിട്ട് സീരിയസ് എന്നാ തോന്നുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്ട് നിൽക്ക്, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ സ്റ്റാലിനും അലീനയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അലീനയെ കാണുന്ന ഉടനെ തന്നെ ബബിത പറയുന്നുണ്ട്, ദാ അലീന ചേച്ചി വന്നു. അലീന ചേച്ചി, അച്ഛൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ സങ്കടപ്പെടാതിരിക്കുക, നമ്മുടെ അച്ഛനൊന്നും സംഭവിക്കില്ല, ഞാനൊന്ന് അച്ഛനെ കയറി കാണട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ വന്നോ, എനിക്ക് നിന്നെ കാണാനായിരുന്നു ഏറ്റവും ആഗ്രഹം, കണ്ണടയ്ക്കുന്നതിന് മുന്നേ എനിക്ക് നിന്നെ കാണണമായിരുന്നു, നീ വന്നല്ലോ. അപ്പോൾ അലീന പറയാണ്, അച്ഛ എന്താ അച്ഛ ഈ പറയുന്നത്? അച്ഛൻ അങ്ങനെയൊക്കെ ഞങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയുമോ? അച്ഛനെ ഞാൻ അങ്ങനെ പോകാൻ സമ്മതിക്കില്ല. എന്താ അച്ഛ, അങ്ങനെയൊന്നും പറയില്ലേ അച്ഛ, ഞാൻ വന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയെ കാണുമ്പോൾ വല്ലാതെ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. നിനക്ക് സുഖമല്ലേ മോളെ, അവിടെ എങ്ങനെയുണ്ട്? അതൊക്കെ ആലോചിച്ചിട്ട് അച്ഛൻ്റെ നെഞ്ചു പൊട്ടുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്,
എന്താ അച്ഛാ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ കാര്യം ആലോചിച്ചിട്ട് അച്ഛൻ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അച്ഛൻ്റെ ആരോഗ്യം നോക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് യാതൊരു സങ്കടവും ഇല്ല അച്ഛാ. അവിടെ സുഖമാണ്. അവിടെ പപ്പ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അച്ഛൻ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടപ്പെടരുത് എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടറും ബാലചന്ദ്രൻ മേനോനെ നോക്കിയതിന് ശേഷം വന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ ബാലചന്ദ്രൻ്റെ അസുഖത്തിൽ കുറേയൊക്കെ മാറ്റമുണ്ട്. തൽക്കാലം ഇപ്പോൾ ഓപ്പറേഷനൊന്നും വേണ്ട എന്ന്. തിരിച്ച് റൂമിൻ്റെ വെളിയിലേക്ക് അലീന ഇറങ്ങി വരുമ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട്. വൈജയന്തി അലീനയെ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാടി ഉരുമ്പെട്ടവളെ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അയാളെ ഹോസ്പിറ്റലിലാക്കിയതും പോരാ, എന്നിട്ട് നീ ഇപ്പോൾ അയാളെ കൊല്ലാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ കാണാനാണ് വന്നത്. അതിന് നിങ്ങൾക്കെന്താ? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾ അയാളുടെ ഭാര്യയാണോ? നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ ആ പാവം മനുഷ്യൻ. ഇത്രയും നാളും നിങ്ങൾ ആ പാവം മനുഷ്യനെ ചതിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അലീന സംസാരിക്കുന്നത്. അവളുടെ കണ്ണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തീ കത്തുന്നത് പോലെയുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ വൈജയന്തിക്ക് തന്നെ വല്ലാത്തൊരു എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്, ഇവളെന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, 22 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരു കുഞ്ഞിനെ പിഴച്ച് പ്രസവിപ്പിച്ച് അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞവളല്ലേ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് തല കറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. ഒന്നും മിണ്ടാതെ വൈജയന്തി അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ വൈജയന്തിയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയോട് ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വൈജയ്. അപ്പോൾ ആദ്യമൊക്കെ വല്ലാത്ത ദേഷ്യത്തോടു കൂടിയാണ് വൈജയ് നിൽക്കുന്നത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവളെ കണ്ടപ്പോൾ നിങ്ങളുടെ അസുഖമൊക്കെ മാറിയോ? അതോ കള്ള അഭിനയമായിരുന്നോ അവളെ കാണാനുള്ള എന്ന് പറയുമ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, നീ കാണിച്ച പോലുള്ള ചതിയൊന്നും നിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചിട്ടില്ല വൈജയ്. നീ 22 വർഷം നീ എന്നോടൊപ്പം താമസിച്ചിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ചതിയല്ലേ എന്നോട് മറച്ചു വെച്ചത്. നീ വിവാഹത്തിന് മുന്നേ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുകയും അയാളിലൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തില്ലേ? നീ അതിനെ പിഴച്ച് പ്രസവിച്ച് അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ വൈജയ് എന്ന് പറയുമ്പോൾ വൈജയന്തിയുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇരുട്ട് കയറി അവളിങ്ങനെ തല ചുറ്റുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. ബാലചന്ദ്ര മേനോന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലായി. എന്നിട്ട് ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, ഞാനെല്ലാം അറിഞ്ഞു വൈജയ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്വഭാവം മാറിയതും ഞാനന്ന് മദ്യപിച്ചുകൊണ്ട് എന്നെ ഒരു ദിവസം കാണാനില്ലാത്തതും നീ ഓർക്കുന്നില്ലേ? അന്ന് ഞാൻ നിൻ്റെ ഏട്ടൻ്റെ അടുത്ത് നീലഗിരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗംഗാധര മേനോനെ കാണാൻ. അന്ന് ഞാൻ അറിഞ്ഞ വിവരങ്ങളെല്ലാം ഗംഗാധര മേനോന് ഞാൻ ചോദിച്ചിരുന്നു. നിങ്ങളുടെ പെങ്ങൾ കല്യാണത്തിന് മുന്നേ ഒരാളെ സ്നേഹിച്ചതും അതിലൊരു കുഞ്ഞുണ്ടായതും അവളെ വലിച്ചെറിഞ്ഞു കളഞ്ഞതും ആ വിവരങ്ങളെല്ലാം ഞാൻ അയാളോട് ചോദിച്ചു. അവസാനം ഉത്തരമില്ലാതെ വന്നപ്പോൾ അയാൾക്കത് സമ്മതം തരേണ്ടി വന്നു. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞിരുന്നത് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്. അത് മരിച്ചു പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ അവളെ കണ്ടെത്തി. അതാരാണെന്ന് നിനക്കറിയണ്ടേ വൈജയ്? അപ്പോൾ വൈജയും വിചാരിച്ചിരുന്നത് ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് തന്നെയാണ്. അവളുടെ അവൾ അങ്ങനെ ബോധിപ്പിച്ചു. അത് ഏതാണ് ആ കുഞ്ഞ് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇങ്ങനെ ഭയങ്കര വ്യഗ്രതയായിരുന്നു. ബാലചന്ദ്രനോട് ചോദിക്കാനും കഴിയില്ല. അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇത്രയും നാൾ നിൻ്റെ മകൾ നിൻ്റെ കൺമുമ്പിലുണ്ടായിട്ട് നീ തിരിച്ചറിഞ്ഞില്ല. അവളെ നീ എന്തെല്ലാം തരത്തിൽ ദ്രോഹിച്ചു. സ്വന്തം മകളെന്നറിയാതെ നീ എന്തെല്ലാം അവളോട് പറഞ്ഞു. ഒരു അച്ഛനും മകളും എന്ന ബന്ധമായിരുന്നു എനിക്കും അവൾക്കും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ നീ അതിനെ തെറ്റിദ്ധരിച്ചു. എന്തെല്ലാം ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നോട് നീ പറഞ്ഞു, ഇതിനൊന്നും ദൈവം നിന്നോട് പൊറുക്കില്ല വൈജയ് എന്നൊക്കെ പറയുമ്പോൾ അലീനയാണോ എന്നുള്ള സംശയമൊക്കെ വൈജയന്തിയുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ കുഞ്ഞാരാണെന്നറിയണ്ടേ? അലീന. ആ പുറത്ത് നിൽക്കുന്നില്ലേ, ആ കുട്ടിയാണ് നീ പഴിച്ച് പ്രസവിച്ച നിൻ്റെ മകൾ. നീ മരിച്ചു പോയി എന്ന് കരുതിയ നിൻ്റെ മകൾ അലീന എന്ന് പറയുമ്പോൾ അവൾക്ക് ഇങ്ങനെ അലറി വിളിച്ച് അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞ് തലയൊക്കെ ഇങ്ങനെ ഒരു കറങ്ങുന്ന അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ അവൾ പുറത്തിറങ്ങി വന്നതിന് ശേഷം അലീനയെ കാണുമ്പോൾ അവൾ കരഞ്ഞ് കൈയൊക്കെ കൂപ്പി അവളുടെ കാലിലേക്ക് വീഴുകയാണ്. മോളെ, അമ്മയ്ക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയില്ലേ? എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നിട്ട് എനിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മോളെ. ഈ അമ്മയോട് പൊറുക്കണം. ഞാൻ എന്തെല്ലാം നിന്നോട് പറഞ്ഞു, ഏതെല്ലാം തരത്തിൽ നിന്നെ ദ്രോഹിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. നിനക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞാനായിരുന്നു നിൻ്റെ അമ്മ എന്ന്.
അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രൻ മേനോൻ ഈ കാര്യങ്ങളെല്ലാം വൈജയന്തിയോട് തുറന്നു പറഞ്ഞുവെന്ന്. അവൾ ഒന്നും മിണ്ടാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ സ്റ്റാലിൻ ജോസഫ് അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അയാളോട് ചെന്ന് പറയുന്നു, പപ്പ ഞാൻ ഇന്ന് വരില്ല, അച്ഛൻ്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ്, അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് മാറിയെടുക്കാൻ ഡ്രസ്സൊക്കെ ഉണ്ടോ? അത് സാരമില്ല പപ്പ, ഞാൻ പുറത്തുനിന്നെങ്ങാനും വാങ്ങിക്കൊള്ളാം. പപ്പ ഒന്നും വിചാരിക്കരുതേ, ഞാൻ ആദ്യം അച്ഛ എന്ന് വിളിച്ചത് ആ മനുഷ്യനാണ്. ഒരച്ഛൻ്റെ സ്നേഹം മുഴുവൻ തന്ന് എന്നെ പോറ്റിയതും ആ മനുഷ്യനാണ്. എനിക്ക് നിന്നെ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛൻ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. സാരമില്ല മോളെ, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് സ്റ്റാലിൻ ജോസഫ് തിരിച്ച് വണ്ടിയിൽ കയറുകയാണ്. ആ സമയത്താണ് വൈജയന്തി ജനൽ വഴി സ്റ്റാലിനെ കാണുന്നത്. അവൾക്ക് പക്ഷേ യാതൊരു സംശയവും തോന്നുന്നില്ല. അലീന അയാളുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് വൈജയന്തി കാണുന്നില്ല. പക്ഷേ ആ സ്റ്റാലിനെ കാണുന്നതും വൈജയന്തിക്ക് ഒരു എന്തോ പെട്ടെന്ന് വല്ലാത്ത ദേഷ്യവും പകയും ഒക്കെ തോന്നുകയാണ്, പണ്ടത്തെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട്. ബാലചന്ദ്രൻ അത് പറയുമ്പോൾ വൈജയന്തിക്ക് ബാലചന്ദ്രനോട് വല്ലാത്ത സ്നേഹവും അയാളോട് മാപ്പും ചോദിക്കുകയാണ്. എന്നോട് പൊറുക്കണം ബാലേട്ട, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അലീന എൻ്റെ മകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇത്രയും നാളും അത് തിരിച്ചറിഞ്ഞില്ല. ഇനി നീ തിരിച്ചറിയുന്ന സമയത്ത് അവൾ നിന്നോടൊപ്പം കാണില്ല, അവൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ബാലചന്ദ്രൻ മേനോൻ അസുഖമെല്ലാം സുഖമായി വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, നീ അന്ന് ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ ഇതാണ് വൈജയ്. നീ നിൻ്റെ മകളെ തിരിച്ചറിയുന്ന സമയത്ത് അവൾ നിന്നോടൊപ്പമില്ല. എത്രയോ നാൾ അവൾ നിൻ്റെ അമ്മയെ എന്ന് വിളിക്കാൻ വേണ്ടി കൊതിച്ചിരുന്നു. നീ അവളെ മകളെ എന്നൊന്ന് വിളിക്കുന്ന കേൾക്കാൻ അവൾ എത്രയോ നാൾ കാതോർത്തിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇന്ന് നീ ആഗ്രഹിക്കുമ്പോൾ അവൾ നിന്നോടൊപ്പം ഇല്ല. ഇതാണ് വൈജയ് നിനക്ക് കിട്ടാനിരുന്ന ഏറ്റവും വലിയ ശിക്ഷ. പക്ഷേ നിന്നെ ഞാൻ അവളെ കാണിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ വൈജയും കൂട്ടി ബാലചന്ദ്രൻ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ സ്റ്റാലിൻ ജോസഫ് അവിടെ ഇല്ല. അവർക്കറിയാം, അവർ പരസ്പരം കാണുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതായത് വൈജയന്തിക്ക് ആ സ്റ്റാലിൻ ജോസഫിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം വേണ്ട എന്ന് ബാലചന്ദ്ര മേനോൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അലീനയെ കാണുമ്പോൾ അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഈ അമ്മയോട് പൊറുക്കണം മോളെ, എനിക്കറിയില്ലായിരുന്നു ഈ പാപിയായ അമ്മ എന്തെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞു, ഏതെല്ലാം തരത്തിൽ നിന്നെ ദ്രോഹിച്ചു, നിന്നെ കൊല്ലാൻ വരെ ഞാൻ കൂട്ടുനിന്നു, എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞ് ഇവർ വൈകാരികമായിട്ടൊക്കെ പൊട്ടിക്കരയുന്ന നിമിഷങ്ങളാണ് ഇനി മഴത്തോരു മുമ്പേൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.